ആധുനിക ഇന്ത്യയുടെ രൂപപ്പെടലിൻ്റെ സവിശേഷമായൊരു കാഴ്ചയെ ഭരണഘടന ഉൾക്കൊള്ളുന്നുണ്ട് എന്നതാണ് ഞാൻ പറയാൻ ശ്രമിച്ചൊരു കാര്യം. ഇതോടൊപ്പം തന്നെ ലോകത്തിൻ്റെ ഭരണഘടനാ സങ്കല്പത്തിൽ വന്ന ചില മാറ്റങ്ങളെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് ഭരണഘടനാ പണ്ഡിതന്മാർ ചിലർ പറയാറുണ്ട്. ഇപ്പോൾ സമീപകാലത്ത് ഭരണഘടനയെക്കുറിച്ച് വന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട പഠനമാണ് മാധവ് ഘോസലെ. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞൂടാ. ഇന്ത്യാസ് ഫൗണ്ടിങ് മൊമെൻറ്റ് എന്ന പേരായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഭരണഘടനാ പഠനം സമീപകാലത്ത് പുറത്തു വരികയുണ്ടായി. ആ പുസ്തകത്തിൽ അദ്ദേഹം വളരെ രസമുള്ള ഒരു ഒബ്സർവേഷൻ നടത്തുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആശയമായിട്ടല്ല, കാൾ ഷ്മിറ്റ് എന്ന് പറയുന്ന ഭരണഘടനാ ചർച്ചയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തകനുണ്ട്. അദ്ദേഹത്തിൻ്റെ ലീഗാലിറ്റി ആൻഡ് ലെജിറ്റിമസി എന്ന ഒരു പുസ്തകം 1932 അദ്ദേഹം എഴുതിയതാണ്. ആ മേഖലയിലെ ഒരു ബേസിക് ഡോക്യുമെൻ്റായിട്ട് ദീർഘകാലം പരിഗണിക്കപ്പെട്ടതാണ് കാൾ ഷ്മിറ്റിൻ്റെ ഈ പുസ്തകം. അതിൻ്റെ 2ാം പതിപ്പ് 50കളിൽ ഷ്മിറ്റ് പുറത്തിറക്കുമ്പോൾ അപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, ഈ കാലത്തിനിടയിൽ ഭരണഘടനാ സങ്കല്പം ആകെ മാറി. അദ്ദേഹം പറയുന്നത് വളരെ രസമുള്ള ഒബ്സർവേഷനാണ്. 1930കളിൽ ഭരണഘടനയ്ക്കുണ്ടായിരുന്ന സ്വഭാവമല്ല 50കളിലെ 60കളിലെ ഭരണഘടനയ്ക്കുള്ളത്. എന്താണ് വ്യത്യാസം വന്നത്? ഷ്മിറ്റ് പറയുന്നത് 20ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ പരമ്പരാഗതമായ ചില ഭരണഘടനാ വിഭജന രീതികളാണ് ഉണ്ടായിരുന്നത്. അത് ലെജിസ്ലേറ്റീവ് എന്നും ജൂറിസ്ഡിക്ഷണൽ എന്നും അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് എന്നോ ഗവൺമെൻറ്റൽ എന്നോ ഒക്കെയുള്ള തലത്തിൽ നിയമനിർമ്മാണപരമായിട്ടുള്ള അല്ലെങ്കിൽ നീതി നിർവഹണപരമായിട്ടുള്ള ഭരണനിർവഹണപരമായിട്ടുള്ള വിഭജനങ്ങളൊക്കെയാണ് ഭരണഘടനാ സങ്കല്പത്തിൽ ക്ലാസിക്കലായി ഉണ്ടായിരുന്നതെന്നും ആ ക്ലാസിക്കൽ ഭരണഘടനാ സങ്കല്പത്തിന് 1950കളിൽ 2 മാറ്റങ്ങൾ ഉണ്ടായി എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം സൂചിപ്പിക്കുന്ന 2 മാറ്റവും ശ്രദ്ധിക്കേണ്ടതാണ്. അതിൻ്റെ 2ൻ്റെയും ഉള്ളടക്കം നമുക്ക് ഇന്ത്യൻ ഭരണഘടനയിൽ കാണാം. ഒന്ന്, ഫ്യൂഷൻ ഓഫ് ദ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ ലോസ്. അക്കാലം വരെ സെപ്പറേറ്റ് ആയിരുന്ന ഭരണനിർവഹണപരവും ഭരണഘടനാപരവുമായ തത്വങ്ങൾ കൂടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇന്ത്യൻ ഭരണഘടനയെ സംബന്ധിച്ച് അംബേദ്കർ വയ്ക്കുന്ന ഒരു കാര്യം, ഭരണഘടനാ തത്വം മുന്നോട്ട് വെച്ചതുകൊണ്ട് മാത്രം ഭരണനിർവഹണം ഭരണഘടനാപരമാവില്ല. കാരണം ഭരണഘടന മുമ്പോട്ട് വയ്ക്കുന്ന അടിസ്ഥാന മൂല്യങ്ങൾ സമൂഹത്തിൽ വേരുപിടിച്ചിട്ടില്ല. ജനാധിപത്യം, നീതി, സമത്വം, സ്വാതന്ത്ര്യം എന്നൊക്കെ നമ്മൾ ഭരണഘടനാ മൂല്യങ്ങൾ പറയുന്നു. പൊതുസമൂഹത്തിൽ യാതൊന്നുമില്ല. അന്നുമില്ല, ഇന്നുമില്ല കേട്ടോ. അല്ലാതെ ഇതേതോ പഴയ കഥയാണെന്ന് കരുതണ്ട. ഇന്നുമില്ല. ഒരുപക്ഷെ അന്നത്തേക്കാൾ കൂടുതൽ ഇന്നില്ല. 75 കൊല്ലം കൊണ്ട് എവിടെ എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഒരു ഉത്തരം. അതുപോട്ടെ. അപ്പം അദ്ദേഹം പറയുന്നത് ഫ്യൂഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് പ്രിൻസിപ്പിൾസ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ 3-4 ലോക രാജ്യങ്ങൾ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തുന്ന സമയത്ത് സ്വാതന്ത്ര്യത്തെ വിശദീകരിക്കുന്ന അമൂർത്തമായ തത്വങ്ങളായി ഭരണഘടന നിന്നാൽ പോരാ, ഭരണഘടന അതിൻ്റെ നിർവഹണപരമായ അഡ്മിനിസ്ട്രേറ്റീവായ ആസ്പെക്റ്റിനെ കൂടി വിശദീകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അമൂർത്തമായ ഭരണഘടനാ തത്വങ്ങൾക്കപ്പുറം ഭരണനിർവഹണത്തിൻ്റെ തലത്തിൽ ഇടപെടുന്നതായി 1950കളോടെ ലോകമെമ്പാടുമുള്ള ഭരണഘടനാ നിർമ്മാണത്തിലൊരു അടിസ്ഥാനപരമായ വഴിമാറ്റം, ഒരു പാരഡൈം ഷിഫ്റ്റ്. നേരത്തെ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഭരണഘടനയുടെ പ്രധാനപ്പെട്ട കാര്യമല്ല. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മുടെ ഇന്ത്യൻ ഭരണഘടന തന്നെ അയിത്തം കുറ്റകരമാക്കിയിട്ടുണ്ട്, ജാതി വിവേചനം കുറ്റകരമാക്കിയിട്ടുണ്ട്, ജാതീയ മുൻനിർത്തിയുള്ള നിർബന്ധിതമായ തൊഴിലെടുപ്പിക്കൽ കുറ്റകരമാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഭരണഘടനയിലെ തന്നെ പല വകുപ്പുകളും ആർട്ടിക്കിൾ 15, 2, 17, 23 ഇതൊക്കെ കുറ്റകൃത്യങ്ങളെ നിർവചിക്കുകയാണ് ചെയ്യുന്നത്. ഇന്നത് കുറ്റമാണെന്ന് പറയും. സാധാരണ ഒരു ഭരണഘടനയിൽ ഇതൊന്നും ഉണ്ടാവില്ല. കുറ്റം ഏതാണ്, ശിക്ഷ ഏതാണെന്നൊന്നും പറയൽ ഭരണഘടനയുടെ കാര്യമല്ല. പക്ഷെ അംബേദ്കർ പറഞ്ഞ് ഇത് ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഭരണഘടനാ തത്വം സമത്വം എന്ന് പറയും, അഡ്മിനിസ്ട്രേറ്റർ നേരെ വിപരീതമാണ്. അദ്ദേഹം അവസാനം പറയുന്നുണ്ട്, നിങ്ങൾക്ക് എത്ര നല്ല ഭരണഘടന ഉണ്ടായിട്ടും കാര്യമില്ല, ഭരണനിർവഹണം നടത്തുന്നവർ ഭരണഘടനാ മൂല്യങ്ങൾക്ക് കീഴ്പ്പെട്ട് ചെയ്താലേ നിങ്ങളുടെ ഭരണഘടന കൊണ്ട് കാര്യമുള്ളൂ. ഭരണഘടന നിങ്ങളെ രക്ഷിക്കില്ല. രക്ഷിക്കണമെങ്കിൽ ഭരണഘടനാ മൂല്യങ്ങൾ എന്നത് ഭരണനിർവഹണത്തിൻ്റെ അടിസ്ഥാനമാകണം. അത് ഇന്ത്യയിൽ സ്വാഭാവികമായിട്ടാവില്ല. കാരണം അദ്ദേഹം 2 പ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇന്ത്യൻ ജനാധിപത്യം ഒരു കുഴഞ്ഞ മണ്ണിലാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അടിയുറപ്പില്ല. സാന്ദർഭികമായിട്ടാണെങ്കിൽ ഒരു പ്രസംഗത്തിൽ വേറൊന്നും പറഞ്ഞിട്ടുണ്ട്, ഒരു ചാണകക്കൂനയ്ക്ക് മുകളിലാണ്. അന്ന് ചാണകത്തിന് ഇത്ര അർത്ഥമൊന്നുമില്ല, എങ്കിലും മൂപ്പരത് പറഞ്ഞിട്ടുണ്ട്. ഒരു ചാണകക്കൂനയ്ക്ക് മുകളിലാണ് ഇത് നിൽക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ബോധപൂർവം തന്നെ
ഭരണഘടനാ മൂല്യങ്ങളെ ഭരണനിർവഹണവുമായി കൂട്ടിയിണക്കണം. ഈ ഭാഗം 50കളിൽ വികസിച്ച എല്ലാ ഭരണഘടനകളിലും വരുന്നുണ്ടെന്നും അതാണ് ഭരണഘടനാ സങ്കല്പത്തിൽ വന്ന ഒരു പ്രധാനപ്പെട്ട മാറ്റമായിട്ട് കാൾ ഷ്മിറ്റ് അദ്ദേഹത്തിൻ്റെ 52 ഈ ലീഗാലിറ്റി ആൻഡ് ലെജിറ്റിമസിയുടെ 2ാം പതിപ്പിൽ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം. രണ്ടാമത്തെ കാര്യമായിട്ട് അദ്ദേഹം പറയുന്ന ഒരു സംഗതി എന്തെന്ന് വെച്ചാൽ ഭരണഘടന ക്ഷേമരാഷ്ട്ര സങ്കല്പവുമായി കൂടിക്കലർന്നു. 2ാം ലോക യുദ്ധം വന്നു, കെയ്ൻസ് വന്നു, മുതലാളിത്തത്തിൻ്റെ വലിയ വിജയങ്ങളുടെ നേട്ടങ്ങളെ സാമൂഹ്യ വികാസത്തിന് വിനിയോഗിക്കണം, അല്ലാതെ സമ്പത്ത് മുതലാളിമാർ കുന്നുകൂട്ടുകയല്ല വേണ്ടത്. അങ്ങനെ വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു തത്വം 2ാം ലോക യുദ്ധ സന്ദർഭത്തോടെ വികസിച്ചു വന്നു. ഈ വെൽഫെയർ സ്റ്റേറ്റിൻ്റെ പ്രിൻസിപ്പിൾസ് മുഴുവൻ ഭരണഘടനയിലേക്ക് ചേരാൻ തുടങ്ങി. അങ്ങനെ 2 തരത്തിലുള്ള വഴിമാറ്റങ്ങൾ ഭരണഘടനയിലുണ്ടായി. അതുകൊണ്ട് തന്നെ ഇതെല്ലാം കൂടി ചേർന്ന വിശദമായ പ്രതിപാദനമുള്ള ഒന്നായിട്ട് 20ാം നൂറ്റാണ്ടിൻ്റെ 2ാം പകുതിയിലെ ഭരണഘടനകൾ മാറി. പഴയ പോലെ അടിസ്ഥാന തത്വങ്ങൾ മാത്രം പറയല്ല, ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻസ് ആണ്. അഡ്മിനിസ്ട്രേഷനെ കുറിച്ചും പൊളിറ്റിക്കൽ പൊസിഷനെ കുറിച്ചും ഒക്കെ ധാരാളം കാര്യങ്ങൾ പറയുന്നു. ഇതുകൊണ്ടാണ് 20ാം നൂറ്റാണ്ടിൻ്റെ 2ാം പകുതിയിൽ എഴുതപ്പെടുന്ന ഭരണഘടനകൾ വളരെ വലുതായത്. അത് ചെറിയ ഡോക്യുമെൻറ്റുകളല്ല, അതിലേറ്റവും വലുതാണ് നമ്മുടേത്. ഞാൻ പറഞ്ഞു വന്നത് ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയുടെ സവിശേഷ സാഹചര്യങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നു എന്നതുപോലെ ആഗോളതലത്തിൽ 20ാം നൂറ്റാണ്ടിൻ്റെ പകുതിയിലുണ്ടായ ഭരണഘടനാ തലത്തിലെ പരിവർത്തനങ്ങളെ കൂടി അത് ഉൾക്കൊള്ളുന്നുണ്ട്. അതിൻ്റെ വലിപ്പത്തിൻ്റെ ഒരു കാരണം അതാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് അതോടൊപ്പം തന്നെ ഭരണഘടനയെ സംബന്ധിച്ച് പിന്നീട് ഇപ്പോൾ കേശവാനന്ദ ഭാരതി കേസിലൊക്കെ വന്ന ചില കാര്യമുണ്ടല്ലോ. ഭരണഘടനയ്ക്ക് ഒരു ബേസിക് സ്ട്രക്ചറുണ്ട്. ആ ബേസിക് സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യപ്പെടുന്നതാണ് നമ്മുടെ പ്രിയാമ്പിൾ എന്ന് പറയുന്നത്. അത് ജനാധിപത്യം, സമത്വം, സ്വാതന്ത്ര്യം, മതനിരപേക്ഷത തുടങ്ങിയ ആശയങ്ങളെയൊക്കെ ഇപ്പോൾ ഒരു വാദമുള്ളത് ഈ മതനിരപേക്ഷത പിന്നീട് നമ്മുടെ 76-ലെ 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം കുത്തിച്ചെലുത്തിയതാണ്, അത് ഇന്ത്യയിലുള്ളതല്ല എന്നാണ് ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട വാദം. അപ്പോൾ അതിന് അന്നേ മറുപടി ഉണ്ട് കേട്ടോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി ഡിബേറ്റിൽ ഒരു സ്ഥലത്ത് ഇക്കാര്യം ചർച്ചയിൽ വരുന്നുണ്ട്. അപ്പോൾ അതിന് നൽകപ്പെട്ടൊരു വിശദീകരണം, ജനാധിപത്യമോ സമത്വമോ സാഹോദര്യമോ പോലുള്ള മൂല്യങ്ങൾ ഇന്ത്യൻ സമൂഹത്തിൽ നിലനിൽക്കണമെങ്കിൽ അനിവാര്യമായൊരു പ്രീ കണ്ടീഷൻ എന്താണെന്ന് പറഞ്ഞാൽ സെക്യുലർ സൊസൈറ്റി ആയിരിക്കണം. സെക്യുലർ അല്ലാത്ത, അപ്പോൾ അതിലൊരു വിശദീകരണം അംബേദ്കർ പറയുന്നുണ്ട്, നിങ്ങളൊരു ശരീരം ശ്വാസോച്ഛ്വാസം നടത്തണമെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ, ശ്വസിച്ചാലാണല്ലോ ശരീരം ആവുള്ളൂ എന്നതുപോലെ ഭരണഘടനയുടെ ഈ തത്വങ്ങൾ നിലനിൽക്കണമെങ്കിൽ ഇൻഹറൻ്റ്ലി സെക്യുലറായ ഒരു സൊസൈറ്റിക്ക് ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ സമത്വം എന്ന് പറയുന്നത് ഇത്രയും മതങ്ങളും ഇത്രയും ജാതികളും വേറിട്ട് നിൽക്കുന്ന ഒരു സമൂഹത്തിൽ സെക്യുലർ അല്ലാത്തൊരു സൊസൈറ്റിയിൽ സമത്വമില്ലല്ലോ. അതുകൊണ്ട് സമത്വം ഇൻഹറൻ്റ്ലി സെക്യുലറായ ആശയത്തെ ഉൾക്കൊള്ളുന്നുണ്ട് എന്ന നിലയിലാണ്. എന്തുകൊണ്ടാണ് സെക്യുലർ എന്നുള്ള വാക്ക് ഭരണഘടനയുടെ ആമുഖത്തിൽ അന്ന് ഉൾപ്പെടുത്താതിരുന്നത് എന്നതിനൊരു കാരണമുണ്ട്. അത് അംബേദ്കർ നേരിട്ട് പറഞ്ഞിട്ടില്ല, പക്ഷേ നമുക്ക് ഇന്ന് നോക്കിയാൽ കാണാൻ പറ്റും. സെക്യുലറിനെ കുറിച്ചുള്ള യൂറോപ്പിൽ നിന്നാണല്ലോ നമ്മൾ ഭരണഘടനാ തത്വങ്ങൾ ഏറിയ പങ്കുകൊടുത്തത്. ഫ്രഞ്ച് വിപ്ലവം, പിന്നെ ബ്രിട്ടൻ, അവിടെ നിന്നാണ്. അവിടെ സെക്യുലർ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? മതകാര്യങ്ങൾ മുഴുവൻ സ്വകാര്യമായിരിക്കുന്നു, രാഷ്ട്രം മതത്തിന് പുറത്തു നിൽക്കുന്നു. ഈ യൂറോപ്യൻ സെക്യുലർ പ്രിൻസിപ്പിൾ അതേപടി ഇന്ത്യയിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം ഇന്ത്യയിലെ മതകാര്യങ്ങൾ എന്ന് പറയുന്നത് സ്വകാര്യമാണ് എന്ന് സമ്മതിച്ചാൽ നിങ്ങൾക്ക് സതിയിൽ ഇടപെടാൻ പറ്റില്ല, നിങ്ങൾക്ക് ഐത്തത്തിൽ ഇടപെടാൻ പറ്റില്ല. ജാതിയുടെ പേരിൽ നടക്കുന്ന അതിക്രൂരമായ മനുഷ്യാവകാശ ധ്വംസനങ്ങളെ ചെറുക്കാൻ പറ്റില്ല. അതുകൊണ്ട് മതകാര്യങ്ങളിൽ ഇടപെടുക കൂടി ചെയ്തിട്ടേ നിങ്ങൾക്ക് ഇന്ത്യയെ സെക്യുലറാക്കി നിർത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ മതത്തിൻ്റെ വ്യക്തിയുടെ സ്വകാര്യ മണ്ഡലമാണ് മതമെന്ന് സംബന്ധിച്ച് സ്റ്റേറ്റ് അതിൽ നിന്ന് പൂർണ്ണമായി പിൻവാങ്ങിക്കഴിഞ്ഞാൽ മധ്യകാല നാടുവാഴുത്തത്തിൻ്റെയും ജാതിയുടെയും എല്ലാ കിരാത മൂല്യങ്ങളും സമൂഹത്തിൽ അതുപോലെ നിലനിൽക്കും. സോ യു ഹാവ് ടു ഇൻ്റർവീൻ, ദ സ്റ്റേറ്റ് ഹാസ് ടു ഇൻ്റർവീൻ. ആ ഇൻ്റർവെൻഷനാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ ആർട്ടിക്കിൾ 15(2), 17, 23 ഇതെല്ലാം മതമായി മുൻപ് മനസ്സിലാക്കപ്പെട്ടിരുന്ന കാര്യങ്ങളെ നിരാകരിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ ബാലങ്കാരത്തിലേം കരുതിയിരുന്ന എന്താണ്? ജാതി എന്നത് ഹിന്ദു മതത്തിൻ്റെ ആഭ്യന്തര കാര്യമാണ്. ഭരണഘടന എന്താ പറയണത്? ജാതി വിവേചനത്തിൻ്റെ പേരിൽ ജാതി മർദ്ദനം നടത്തുന്നതോ നിർബന്ധിത തൊഴിലെടുപ്പിക്കുന്നതോ ശരിയല്ല. ജാതി വ്യക്തിയുടെ സ്വകാര്യ പ്രശ്നമാണെന്ന് സമ്മതിച്ചാൽ പിന്നെ നിങ്ങൾക്ക് ഈ നിരോധനം പറ്റൂല.
അതുകൊണ്ട് സെക്യുലർ എന്ന് പറയുന്ന യൂറോപ്യൻ ഫ്രെയിംവർക്ക് അതേപടി ഇങ്ങോട്ട് പറിച്ചു വെച്ചാൽ വാസ്തവത്തിൽ അത് കൗണ്ടർ പ്രൊഡക്റ്റീവ് ആവും. സന്ദർഭോചിതമായി ഇടപെടാനും കൂടി പറ്റണം. അതല്ലാതെ അത് സെക്യുലറിസത്തെ നിഷേധിക്കുക എന്ന തത്വത്തിലല്ല ആ വാക്ക് ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ ആദ്യഘട്ടത്തിൽ ഉൾപ്പെടാതെ പോയത് എന്നുകൂടി നമ്മൾ കാണേണ്ടതുണ്ട്. എന്തായാലും ഭരണഘടനയെ സംബന്ധിക്കുന്ന ഒരു ബേസിക് സ്ട്രക്ചർ ഉണ്ടെന്നും അത് ഈ പറയുന്ന മതനിരപേക്ഷതയും ജനാധിപത്യവും സമത്വവും ഒക്കെ ഉൾപ്പെട്ടതാണ് എന്നുമുള്ള ഒരാശയം പ്രിയാമ്പിളോടൊപ്പം വരുന്നുണ്ട്. ഈ സന്ദർഭത്തിലാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇല്ലെങ്കിലും അംബേദ്കറുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഫിലോസഫിയുടെ കോർണർ സ്റ്റോൺ എന്ന് വിളിക്കാവുന്ന ഒരാശയം അദ്ദേഹം മുമ്പോട്ട് വയ്ക്കുന്നത് അത് ആണ് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്ന് പറയുന്ന ആശയം. അപ്പോൾ അത് വളരെ പരിചിതമായിട്ടുണ്ട്. ഭരണഘടനാപരമായ ധാർമ്മികത. ഭരണഘടനാപരമായ ധാർമ്മികത എന്ന് പറഞ്ഞാൽ എന്താണ്? ഭരണഘടനാപരമായ ധാർമ്മികത എന്നതുകൊണ്ട് നമ്മുടെ പരമ്പരാഗതമായ മതധാർമ്മികതയ്ക്കപ്പുറം ആധുനികമായ ജനാധിപത്യപരമായ നീതിപൂർണമായ ഒരു സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് അനിവാര്യമായൊരു സമൂഹം ഉൾക്കൊള്ളേണ്ട മൂല്യബോധമാണ് ഭരണഘടനാപരമായ ധാർമ്മികത. അപ്പം നമ്മളെല്ലാം കൊണ്ടു നടക്കുന്ന ധാർമ്മികതാ സങ്കല്പം ഏറിയും കുറഞ്ഞും നമ്മൾ ജീവിക്കുന്ന മതത്തിൻ്റെയും ജാതിയുടെയും മറ്റു പലതിൻ്റേതുമാണ്. അങ്ങനെ മതത്താലും ജാതിയാലും പ്രദേശത്താലും ഒക്കെ നിർവചിക്കപ്പെടുന്ന ധാർമ്മികതാ തത്വങ്ങൾക്ക് പകരം ആധുനിക ജനാധിപത്യത്തിനും ആധുനികമായ നീതിബോധത്തിനും അധിഷ്ഠിതമായ ഒരു ഭരണഘടനാ ധാർമ്മികതാ സങ്കല്പം, ഒരു ധാർമ്മിക സങ്കല്പം വേണം. ഇതിനെയാണ് അദ്ദേഹം ഭരണഘടനാ ധാർമ്മികത, അത് അദ്ദേഹത്തിൻ്റെ സ്വന്തം ആശയമല്ല. ഭരണഘടനാ ധാർമ്മികത എന്ന ആശയം മുമ്പോട്ട് വയ്ക്കുന്നത് ജോർജ് ഗ്രോട്ട് എന്നു പേരായിട്ടുള്ള ഒരു ചരിത്രകാരനാണ്. പ്രാചീന ഗ്രീസിൻ്റെ ചരിത്രം 10 വോള്യങ്ങളായിട്ട് വിസ്തരിച്ചെഴുതിയ ആളാണ്. അദ്ദേഹമാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്ന സങ്കല്പം അവതരിപ്പിക്കുന്നത്. അദ്ദേഹം പറയുന്നൊരു കാര്യം, ഒരു സമൂഹത്തിൽ ഉടനീളം ഭരണഘടനാ ധാർമ്മികത പരക്കണം. രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവാം, പക്ഷേ ബേസിക് വാല്യൂസിനെ സംബന്ധിച്ച ഭിന്നത ഉണ്ടാവരുത്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അംബേദ്കർ സ്വീകരിച്ച ഒരു പ്രിൻസിപ്പിൾ ഞാൻ പറയാം. അംബേദ്കർ അതിനെക്കുറിച്ച് പറയുന്നൊരു കാര്യം ജോർജ് ഗ്രോട്ടിൽ നിന്ന് എടുത്തിട്ടാണ് കേട്ടോ. The diffusion of constitutional morality, not merely among the majority of any community, but through the all, is an indispensable condition of government at once free and peaceable. Since even any powerful and obstinate minority may render the working of a free institution impracticable without being strong enough to conquer ascendancy for themselves. ഭരണഘടനാപരമായ ധാർമ്മികത സമൂഹത്തിൽ ഉടനീളം വ്യാപിക്കുകയും ഒരു ചെറിയ മൈനോറിറ്റി പോലും അതിനെതിരായി നിൽക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയിലെ വാസ്തവത്തിൽ ജനാധിപത്യം പൂർത്തിയാവുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം ഒരു മൈനോറിറ്റി പോലും ഈ ഭരണഘടനാ ധാർമ്മികതയ്ക്കെതിരെ വരുന്നതോടെ വാസ്തവത്തിൽ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങൾ ചലഞ്ച് ചെയ്യപ്പെടും. പിന്നീട് അംബേദ്കർ ഈ ആശയം തിരുത്തുന്നുണ്ട്. അംബേദ്കർ പറഞ്ഞൊരു കാര്യം, വാസ്തവത്തിൽ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ അല്ലെങ്കിൽ സർക്കാർ നിയമങ്ങൾ എന്നൊക്കെ പറയുന്നതല്ല അത് വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ്. അദ്ദേഹം അവസാന ഘട്ടത്തിൽ പറയുന്നുണ്ട്, മൈ ബേസിക് ഫിലോസഫി ക്യാൻ ബി കൺസീവ്ഡ് ഇൻ 3 words, ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി. യു ഡോണ്ട് തിങ്ക് ദാറ്റ് ഐ ഹാവ് ബോറോഡ് ദീസ് കൺസെപ്റ്റ് ഫ്രം ദ ഫ്രഞ്ച് റവല്യൂഷൻ. That is not. I borrowed these principles from my master Lord Buddha എന്ന് പറയും. ബുദ്ധനിൽ നിന്നാണ്. അദ്ദേഹം പറയുന്നുണ്ട്, സെക്യുലർ നിയമങ്ങൾ നിങ്ങൾക്ക് ലംഘിക്കാൻ പറ്റും, മതപരമായ ധാർമ്മികതയെ ലംഘിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആധുനിക ജനാധിപത്യത്തിൻ്റെ ആധാരമാകേണ്ടത് ഫ്രറ്റേണിറ്റിയാണ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ തത്വത്തെ തന്നെ അവസാന ഘട്ടത്തിൽ അദ്ദേഹം ഫ്രറ്റേണിറ്റിയേക്കാൾ വലിയൊരു മൂല്യം എന്ന നിലയിൽ മൈത്രി എന്ന ആശയത്തിലേക്ക് വന്നു. മൈത്രി അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ ഫിലോസഫിയുടെ അവസാന ഘട്ടത്തിലെ ഒരു മേജർ പ്രിൻസിപ്പിളാണ് മൈത്രി എന്ന് പറയും. മൈത്രിയും സാഹോദര്യവും തമ്മിലുള്ള വ്യത്യാസം അംബേദ്കർ പറയുന്നത്, സാഹോദര്യം മാനുഷിക, മൈത്രി പ്രാപഞ്ചിക, യൂണിവേഴ്സലാണ്, എല്ലാ ചരാചരങ്ങളോടും ഉള്ളതാണ്. അങ്ങനെ മൈത്രി മാത്രമല്ല, സാഹോദര്യം എന്നുള്ളതൊരു സെക്യുലർ പ്രിൻസിപ്പിളാണ്, മറ്റത് റിലീജിയസ് ആണെന്ന് അദ്ദേഹം പറയും. സെക്യുലർ റിലീജിയസ് എന്നുള്ള പരമ്പരാഗത അർത്ഥത്തിലല്ല കേട്ടോ അദ്ദേഹം പറയുന്നത്, മറിച്ച് മോറലി ബൗണ്ടിങ് ആയ ഒന്നായി, ധാർമ്മികമായി നിങ്ങൾ ബാധ്യതപ്പെട്ടിരിക്കുന്ന ഒന്നായിട്ടാണ് അദ്ദേഹം മതധാർമ്മികതയെ ഈ ബൗദ്ധമായൊരു സന്ദർഭത്തിൽ കാണുന്നത്. അപ്പം ഇങ്ങനെ സാർവത്രികമായി ആധുനിക മൂല്യങ്ങളുടെ ഒരു വ്യാപനം
ഉണ്ടാകണം എന്നും ആ വ്യാപനത്തിലൂടെ ഒരു ജനാധിപത്യ സമൂഹം നിലവിൽ വരണമെന്നുമാണ് അംബേദ്കർ ഈ ഭരണഘടനാ ധാർമ്മികത എന്ന സങ്കല്പം വഴി ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചത്. അദ്ദേഹം 3 തരത്തിലുള്ള വൈരുദ്ധ്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. നമ്മുടെ പരമ്പരാഗത ജനാധിപത്യം അടിസ്ഥാനപരമായൊരു എക്സ്ക്ലൂസീവാണ്. കാരണം അത് പുറന്തള്ളലുണ്ട്. ഇപ്പോൾ ഭൂരിപക്ഷ ഹിതമാണ് ജനാധിപത്യം എന്ന് പറയുമ്പോൾ ന്യൂനപക്ഷം പുറത്തായി പോകും. അപ്പം അതിൻ്റെ മാരക അനുഭവത്തിലാണല്ലോ നമ്മളൊക്കെ. ഭൂരിപക്ഷ ഹിതം, മെജോറിറ്റേറിയനിസം. അപ്പോൾ അംബേദ്കർ കരുതുന്നത് ജനാധിപത്യം ഇൻക്ലൂസീവ് ആയിരിക്കണം, എക്സ്ക്ലൂസീവ് ആയിരിക്കരുത്. അതുകൊണ്ടാണ് ജനാധിപത്യത്തെ നിർവചിക്കുമ്പോൾ ഭൂരിപക്ഷ ഹിതം എന്നതിന് പകരം അദ്ദേഹം വേറൊരു പ്രിൻസിപ്പിൾ കൊണ്ടുവന്നത് വ്യത്യസ്തരായിരിക്കാനും ആ വ്യത്യസ്തതയുടെ പേരിൽ വേട്ടയാടപ്പെടാതിരിക്കാനുമുള്ള അവകാശമാണ് ജനാധിപത്യം. നിങ്ങൾക്കും വേറിട്ട് നിൽക്കാൻ പറ്റണം, ഡിഫറൻ്റ് ആയിരിക്കാൻ പറ്റണം, ഡിഫറൻസിൻ്റെ പേരിൽ നിങ്ങൾ എലിമിനേറ്റ് ചെയ്യപ്പെടരുത്. ഇതാണ് ജനാധിപത്യം എന്ന് പറയുന്നു. പിന്നെ അദ്ദേഹം ജനാധിപത്യത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചത് പൊളിറ്റിക്കൽ ഡെമോക്രസി ഓർ പൊളിറ്റിക്കൽ ഫ്രീഡം മതിയാവില്ല, മറിച്ച് ജനാധിപത്യം നിലനിൽക്കണമെങ്കിൽ 2 തരത്തിലുള്ള ജനാധിപത്യങ്ങൾ കൂടി വേണം. ഒന്ന് സോഷ്യൽ ഡെമോക്രസിയാണ്, മറ്റൊന്ന് എക്കണോമിക് ഡെമോക്രസിയാണ്. ഇന്ന് ആരും ഓർക്കാത്തൊരു വാക്യമാണ് എക്കണോമിക് ഡെമോക്രസി. പക്ഷേ അംബേദ്കർ വളരെ ശക്തമായിട്ട് പറഞ്ഞിരുന്നു. കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി ഡിബേറ്റിൽ അദ്ദേഹം മുമ്പോട്ട് വെച്ച 2 നിർദ്ദേശങ്ങൾ, ഒന്ന് ഇന്ത്യയിലെ വ്യവസായങ്ങൾ ദേശസാൽക്കരിക്കണം, മറ്റൊന്ന് കൃഷിഭൂമി പിടിച്ചെടുത്ത് ഇന്ത്യയിലെ ദരിദ്ര കർഷകർക്ക് വിതരണം ചെയ്യണം. കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി അംഗീകരിച്ചില്ല, അതുകൊണ്ട് 2 കോൺസ്റ്റിറ്റ്യൂഷനിൽ വന്നില്ല. പക്ഷേ അംബേദ്കറുടെ പൊസിഷൻ അതായിരുന്നു. ഇങ്ങനെ സാമൂഹ്യ ജനാധിപത്യം അറിയാമല്ലോ, നിങ്ങളുടെ ജാതിയോ മതമോ ഭാഷയോ സംസ്കാരമോ എന്ത് തന്നെയായാലും പൗരാവകാശം എന്നതിൽ ഒരു വ്യത്യാസവും വരാൻ പാടില്ല. സോഷ്യൽ ക്യാപിറ്റൽ എല്ലാവർക്കും ഒന്നായിരിക്കണം. അല്ലാതെ ജാതി കൊണ്ട് മതം കൊണ്ട് ഒരു കൂട്ടർക്ക് വിശേഷ അവകാശം മറ്റൊരു കൂട്ടർക്ക് അവകാശമില്ലാത്ത. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഈ സോഷ്യൽ ഡെമോക്രസിയുടെയും പൊളിറ്റിക്കൽ ഡെമോക്രസിയുടെയും സോഷ്യൽ ഡെമോക്രസിയുടെയും എക്കണോമിക് ഡെമോക്രസിയുടെയും അഭാവത്തിൽ ദ പൊളിറ്റിക്കൽ ഡെമോക്രസി വിൽ ബി എ നെയിം ആൻഡ് ഫാൾസ്. ഒരു പേരും പ്രഹസനവുമായി മാറിത്തീരും രാഷ്ട്രീയ ജനാധിപത്യം, ഒരർത്ഥവുമില്ല എന്ന് അദ്ദേഹം അക്കാലത്ത് തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. നിർഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെ താക്കീതുകളൊക്കെ ശരിയായി മാറിയ ഒരു കാലത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നു. താക്കീത് 75 കൊല്ലം മുമ്പുണ്ടായതാണ്. ഇപ്പോഴാണ് പക്ഷെ നമുക്ക് മനസ്സിലായി തുടങ്ങുന്നത് ഇതിലൊരു താക്കീതുണ്ടല്ലോ എന്ന ഒരു കാര്യം. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ ജോർജ് ഗ്രോട്ടിൽ നിന്ന് ഭരണഘടനാ ധാർമ്മികത എന്ന സങ്കല്പത്തെ ഉയർത്തിക്കൊണ്ടുവന്ന് അത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫൗണ്ടേഷണൽ പ്രിൻസിപ്പിൾസായിട്ട് മാറ്റുകയാണ് ചെയ്തത്. ഇതിൽ അംബേദ്കറുടെ ഒരു സവിശേഷമായ ഇടപെടൽ കൂടിയുണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അത് ഇപ്പോൾ ഗൗതം ഭാട്ടിയ, ഞാൻ ഈ നേരത്തെ പറഞ്ഞ ട്രാൻസ്ഫോർമേറ്റീവ് കോൺസ്റ്റിറ്റ്യൂഷനിൽ രസമുള്ള ഒരു ഒബ്സർവേഷൻ നടത്തുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയെ മൊത്തം നിങ്ങൾ പരിശോധിച്ചാൽ അതിൽ 95% അംഗങ്ങളും ദേശീയ സ്വാതന്ത്ര്യ സമരത്തിലെ പങ്കാളികളാണ്, ഏറെയും കുറഞ്ഞ്. ഒരു 5% പേരാണ് ഫ്രീഡം മൂവ്മെൻറ്റിൻ്റെ പ്രതിനിധികളായിട്ടല്ലാത്തവരായിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഫ്രീഡം മൂവ്മെൻറ്റിലുള്ളവരാണ്. പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷനിൽ നോക്കിയാൽ ഫ്രീഡം മൂവ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങൾ എന്നതുപോലെ ഫ്രീഡം മൂവ്മെൻറ്റ് ഒരിക്കലും മുമ്പോട്ട് വച്ചിട്ടില്ലാത്ത ഒരു അടിസ്ഥാന മുദ്രാവാക്യം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലുണ്ട്, ഫ്രറ്റേണിറ്റി, സോഷ്യൽ ഡെമോക്രസി. ഇത് രണ്ടും നമ്മുടെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ അടിസ്ഥാന മുദ്രാവാക്യങ്ങളെ അല്ല. സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്, സ്വരാജ്യം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്, സാഹോദര്യം വേണമെന്ന് പറഞ്ഞിട്ടില്ല. രാഷ്ട്രീയ സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്, സാമൂഹ്യ സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞിട്ടില്ല. ഗൗതം ഭാട്ടിയ പറയുന്നത് ഈ 2 മൂല്യങ്ങളെ, അതായത് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കേന്ദ്രത്തിൽ ഇല്ലാതിരുന്ന 2 മൂല്യങ്ങളെ ഭരണഘടനയുടെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവന്നു എന്നത് അംബേദ്കറുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇടപെടലായിട്ട് കാണും. അംബേദ്കറാണ് നമ്മുടെ ഭരണഘടനയുടെ പ്രിയാമ്പിളിലേക്ക്, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ഉണ്ടല്ലോ നെഹ്റു അവതരിപ്പിച്ച, അതിൽ ബാക്കിയെല്ലാം ഉണ്ട്. അതിലില്ലാത്തതും 1949 ഒക്ടോബർ 17 പ്രിയാമ്പിൾ ഫൈനൽ ഡിസ്കഷന് വയ്ക്കുന്ന സമയത്ത് അംബേദ്കറായി കൂട്ടിച്ചേർത്തതുമായ ഒരു ക്ലോസ് നമ്മുടെ പ്രിയാമ്പിളിലുണ്ട്. അത് ഫ്രറ്റേണിറ്റി അഷ്വറിങ് ദ ഡിഗ്നിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ ആൻഡ് യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ദ നേഷൻ. ഇത് അംബേദ്കറുടെ തത്വമാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് അംബേദ്കർ പറയുന്നത്. കാരണം ഇന്ത്യൻ ഭരണഘടനയുടെ കാതൽ ഇപ്പം ജനാധിപത്യം എന്നാണല്ലോ. ജനാധിപത്യത്തെ അദ്ദേഹം 3 തത്വമായിട്ട് എടുത്തു, ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ ലിബർട്ടിയും ഇക്വാലിറ്റിയും മ്യൂച്വലി കോംപ്ലിമെൻ്ററിയാണ്. സമത്വമില്ലാത്ത സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അത് മഹാഭൂരിപക്ഷത്തെ ചൂഷണം ചെയ്യാൻ ഒരു ന്യൂനപക്ഷത്തിനുള്ള അവകാശമാണ്.
അതുകൊണ്ട് സമത്വം വേണം സ്വാതന്ത്ര്യം നിലനിൽക്കണമെങ്കിൽ. തിരിച്ച് സ്വാതന്ത്ര്യമില്ലാത്ത സമത്വമാണെങ്കിൽ വ്യക്തികളുടെ ഇച്ഛയ്ക്ക് ഇടമുണ്ടാവില്ല. അതുകൊണ്ട് സ്വാതന്ത്ര്യവും സമത്വവും കോംപ്ലിമെൻ്ററിയാണ്. പിന്നെ അദ്ദേഹം രസമുള്ളൊരു കാര്യം പറയുന്നുണ്ട്, പക്ഷേ സ്വാതന്ത്ര്യവും സമത്വവും കോംപ്ലിമെൻ്ററി ആണെന്ന് പറഞ്ഞാലും മനുഷ്യരുടെ അനുഭവത്തിൽ അത് കോംപ്ലിമെൻ്ററി അല്ല. കാരണം എൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മറ്റാരുടെയെങ്കിലും ഒക്കെ സമത്വബോധത്തിനെതിരായിരിക്കും. സമൂഹത്തിൻ്റെ ആകമാനമുള്ള സമത്വബോധം എൻ്റെ സ്വാതന്ത്ര്യബോധത്തിനും എതിരായിരിക്കും. അതുകൊണ്ട് ജനാധിപത്യത്തിൻ്റെ കാതൽ സ്വാതന്ത്ര്യമോ സമത്വമോ അല്ല, ജനാധിപത്യത്തിൻ്റെ കാതൽ സാഹോദര്യമാണ്. എന്തുകൊണ്ട്? സാഹോദര്യം ഒരു സമൂഹത്തിൽ നിലീനമാണെങ്കിലാണ് സമത്വം സ്വാതന്ത്ര്യത്തിനെതിരാവാതെയും സ്വാതന്ത്ര്യം സമത്വത്തിനെതിരാവാതെയും ഒരു സമൂഹം അതിനെ ഉൾക്കൊള്ളുക. എൻ്റെ സ്വാതന്ത്ര്യബോധം നിങ്ങൾക്കെതിരാവരുതെന്ന് ഞാനും, നിങ്ങളുടെ സമത്വവാഞ്ച എൻ്റെ സ്വാതന്ത്ര്യബോധത്തിനെതിരാവരുതെന്ന് നിങ്ങളും ഉൾക്കൊള്ളണമെങ്കിൽ അതിൻ്റെ അടിസ്ഥാനമായിട്ട് സാഹോദര്യം വേണം. അതുകൊണ്ട് ജനാധിപത്യം എന്താണ്? ഇത് അംബേദ്കർ ജനാധിപത്യത്തിന് കൊടുത്ത വളരെ വിശേഷപ്പെട്ടൊരു വ്യാഖ്യാനമാണ് കേട്ടോ. ജനാധിപത്യത്തിൻ്റെ ഫൗണ്ടേഷണൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നോട്ട് ഇക്വാലിറ്റി, നോട്ട് ലിബർട്ടി, ബട്ട് ഫ്രറ്റേണിറ്റി. ഈ സാഹോദര്യമാണ് ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനം. ഈ സാഹോദര്യത്തെയാണ് ഭരണഘടനയുടെ കേന്ദ്രത്തിലേക്ക് അദ്ദേഹം കൊണ്ടുവരുന്നത്. അങ്ങനെയാണ് ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ അദ്ദേഹം സവിശേഷമായി ഫ്രറ്റേണിറ്റി അഷ്വറിങ് ദ ഡിഗ്നിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ, ആ വാക്കുകൾ ശ്രദ്ധിക്കേണ്ടതാണ്. വ്യക്തിയുടെ അന്തസ്സ് ഒരു ഭാഗത്ത് ഉറപ്പുവരുത്തുന്നു, യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ദ നേഷൻ, രാഷ്ട്രത്തിൻ്റെ ഐക്യം ഉറപ്പുവരുത്തുന്നു. കാരണം സാഹോദര്യമാണ് ഐക്യം ഉണ്ടാക്കുന്നത്, സാഹോദര്യമാണ് മനുഷ്യാന്തസ് ഉറപ്പുവരുത്തുന്നത്. എനിക്ക് തുല്യമായി ജീവിക്കാനുള്ള അവകാശം നിങ്ങൾക്കുണ്ടെന്ന് ഞാൻ അംഗീകരിക്കുന്നതിൻ്റെ പേരാണ് സാഹോദര്യബോധം. അതോടൊപ്പം തന്നെ ഞാനും നിങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നതിൻ്റെ പേരാണ് സാഹോദര്യബോധം. അതുകൊണ്ട് സാഹോദര്യബോധം ഒരു യൂണിഫിക്കേഷനാണ്, ഒരു ചേർത്ത് നിർത്തലാണ്. അതേസമയം ഇൻഡിവിജ്വലായ ഐഡൻറ്റിറ്റിയെ അംഗീകരിക്കുക. അങ്ങനെ വ്യക്തിപരമായ അന്തസ്സിനെ അംഗീകരിക്കുകയും സാമൂഹികമായ ഒരു കൂട്ടിയണക്കലായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു യൂണിഫയിങ് ഫോഴ്സ് എന്ന നിലയിലും ഇൻഡിവിജ്വൽ പൊട്ടൻഷ്യലിനെ മാനിക്കുന്ന തത്വം എന്ന നിലയിലും സാഹോദര്യം പ്രധാനമാണ്. ഈ സാഹോദര്യത്തെ മുൻനിർത്തി വേണം ജനാധിപത്യത്തെ കാണാൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിലദ്ദേഹം പറയുന്നത് വാസ്തവത്തിൽ ഇത് ഒട്ടും നടന്നില്ല. വാസ്തവത്തിൽ ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി എന്ന് പറഞ്ഞെങ്കിലും ലിബർട്ടി ഉണ്ടായി എവിടെ വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തും ചെയ്യാനുള്ളൊരു സ്വാതന്ത്ര്യമായി. അംബേദ്കർ പറഞ്ഞതുപോലെ മഹാഭൂരിപക്ഷത്തെ ചൂഷണം ചെയ്യാൻ ന്യൂനപക്ഷത്തിനുള്ള ഒരു അവകാശത്തിൻ്റെ പേരായിട്ട് സ്വാതന്ത്ര്യം മാറി. സമീപകാലത്ത് അന്തരിച്ച നമ്മുടെ സമീർ അമീൻ എന്ന് പറയുന്ന ഒരു ഫിലോസഫർ ഉണ്ടല്ലോ, അദ്ദേഹം പറയുന്ന രസമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഫ്രഞ്ച് വിപ്ലവവും അമേരിക്കൻ വിപ്ലവവും രണ്ട് മുദ്രാവാക്യങ്ങളുണ്ടാക്കി. ഫ്രഞ്ച് വിപ്ലവമാണ് ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി എന്ന മുദ്രാവാക്യം ഉണ്ടാക്കിയത്. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, ഫ്രഞ്ച് ബൂർഷ്വാസി ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇത് നടപ്പാക്കിയൊന്നുമില്ല. ഇക്വാലിറ്റിയും ഫ്രറ്റേണിറ്റിയും ഒന്നും ഫ്രഞ്ച് ബൂർഷ്വാസി നടപ്പാക്കിയില്ല. എന്നിട്ട് സമീർ അമീൻ പറയുന്നുണ്ട്, നടപ്പാക്കിയാൽ പിന്നെ ഫ്രഞ്ച് ബൂർഷ്വാസി ഉണ്ടാവില്ല. അത് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ്. മുദ്രാവാക്യം വിളിച്ചവർ തന്നെ എല്ലാ മുദ്രാവാക്യവും നടപ്പാക്കുന്നതായിരിക്കരുത്. വിളിച്ചിട്ടൊരു കൂട്ടർ പോവും, നടപ്പാക്കാൻ വേറെ ആരെങ്കിലും ഇറങ്ങേണ്ടി വരും. അതുകൊണ്ട് ബൂർഷ്വാസിക്ക് അത് പറ്റിയിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, ബൂർഷ്വാസി നടപ്പിലാക്കിയ മുദ്രാവാക്യതാണ് ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി എന്നുള്ളതല്ല, മറിച്ച് അമേരിക്കൻ റവല്യൂഷൻ്റെ മുദ്രാവാക്യമാണ് എന്ന് അദ്ദേഹം പറയുന്നത്. എന്താ അമേരിക്കൻ റവല്യൂഷൻ്റെ മുദ്രാവാക്യം? ലിബർട്ടി ആൻഡ് പ്രോപ്പർട്ടി. നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. എന്തിനുള്ള സ്വാതന്ത്ര്യം? സമത്വത്തിനുള്ള സ്വാതന്ത്ര്യമല്ല, സാഹോദര്യത്തിനുള്ള സ്വാതന്ത്ര്യമല്ല. നിങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം സ്വത്തുടമസ്ഥതയ്ക്കുള്ള സ്വാതന്ത്ര്യം. സമത്വത്തിനുള്ള സ്വാതന്ത്ര്യമാണെങ്കിൽ അതെനിക്ക് ഇത്രയും സ്വത്തുണ്ടാക്കാൻ പറ്റില്ല. സ്വത്തുടമസ്ഥതയ്ക്കുള്ള സ്വാതന്ത്ര്യമാണെങ്കിൽ എത്ര സ്വത്തും ഉണ്ടാക്കാം, കുറ്റമല്ല. പോയിൻ്റ് വ്യക്തമാണല്ലോ. അംബേദ്കർ പക്ഷേ കരുതിയിരുന്നത്, കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിൽ അദ്ദേഹം മുമ്പോട്ട് വെച്ചത്, എക്കണോമിക് ഡെമോക്രസി ഇല്ലാതെ ഡെമോക്രസിക്ക് ഒരർത്ഥമില്ല. അദ്ദേഹം പറയുന്നുണ്ട്, പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ തകരാർ എന്താണെന്ന് വെച്ചാൽ, പാർലമെൻ്ററി ജനാധിപത്യം സ്വാതന്ത്ര്യം എന്ന ആശയത്തെ വലിയ തോതിൽ ഉയർത്തിപ്പിടിച്ചു, പക്ഷേ സമത്വം എന്ന ആശയത്തോട് വിദൂരമായ ഒരു പരിചയം പോലും അത് നിലനിർത്തിയില്ല. അതുകൊണ്ട് സമത്വമില്ലാത്ത സ്വാതന്ത്ര്യം നിലവിൽ വരികയും ഫലത്തിൽ അത് പൊളിറ്റിക്കൽ ഡെമോക്രസിയെ തന്നെ, ഞാൻ നേരത്തെ പറഞ്ഞ നെയിം ആൻഡ് എ ഫാഴ്സ്, ഒരു പേരും പ്രഹസനവുമായി അത് മാറ്റിത്തീർക്കുകയും ചെയ്യും. നിങ്ങൾക്കറിയാമല്ലോ, അദ്ദേഹത്തിൻ്റെ അവസാനത്തെ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിലെ അവസാനത്തെ പ്രസംഗമുണ്ട്. 49 നവംബർ 26 ഭരണഘടന അംഗീകരിച്ചതിന് ശേഷം
അംഗീകരിക്കുന്നതിൻ്റെ തലേന്ന് 25 വൈകുന്നേരം അദ്ദേഹം നടത്തുന്ന പ്രസംഗത്തിലാണ് ഗംഭീരമായൊരു നിരീക്ഷണം അദ്ദേഹം വയ്ക്കുന്നുണ്ട്. വാക്യങ്ങൾ ഏതാണ്ട് ഇങ്ങനെയല്ല, ഇതേപടിയല്ല, ആശയം ഇതാണ്: നൗ വി ആർ എൻ്ററിങ് ഇൻ ടു എ സിസ്റ്റം വെയർ വൺ മാൻ വൺ നോട്ട് ആൻഡ് വൺ നോട്ട് വൺ വാല്യൂ. ഒരാൾക്ക് ഒരു വോട്ടും ഒരു വോട്ടിനൊരു മൂല്യവുമുള്ള സിസ്റ്റത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ബട്ട് വി ആർ ഫാർ അവേ ഫ്രം ക്രിയേറ്റിംഗ് എ സിസ്റ്റം വെയർ വൺ മാൻ വൺ വാല്യൂ. എല്ലാ മനുഷ്യർക്കും തുല്യമൂല്യമുള്ളൊരു വ്യവസ്ഥയിൽ നിന്ന് നമ്മൾ ഒരുപാട് കാതകലയാണ്. ദ ട്രൂ ഡെമോക്രസി ഈസ് വൺ മാൻ വൺ വാല്യൂ. ജനാധിപത്യം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു വോട്ടല്ല, എല്ലാ വോട്ടിനും ഒരു മൂല്യമല്ല, എല്ലാ മനുഷ്യർക്കും തുല്യ അന്തസ്സ് ഉണ്ടാവില്ല, എല്ലാ മനുഷ്യർക്കും തുല്യമൂല്യം ഉണ്ടാവില്ല. ഇത് നമ്മുടെ ഭരണഘടനയിൽ കൊണ്ടുവരിക എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഭരണഘടനാ ദർശനത്തിൻ്റെ ഒരു കാതലായി മുമ്പോട്ട് വയ്ക്കപ്പെട്ടത്. അത് മുഴുവൻ സാക്ഷാത്കരിക്കപ്പെട്ടൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ പല ആശയങ്ങളും സ്വീകരിക്കപ്പെട്ടില്ല. സ്വീകരിക്കപ്പെടാത്ത ആശയങ്ങളെല്ലാം കൂടി ചേർത്തിട്ടാണ് മൂപ്പര് നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്ന ഭരണഘടനയിൽ ഒരു ഭാഗം ഉണ്ടാക്കിയത്. അതിലൊരു വൈരുദ്ധ്യം എന്താണെന്ന് വെച്ചാൽ അതിൽ ഗോവധമുണ്ട്. നിർദ്ദേശക തത്വം നോക്കിക്കഴിഞ്ഞാൽ ആധുനിക ഇന്ത്യയുടെ രാഷ്ട്രീയ പ്രക്രിയയിലെ മുഴുവൻ വൈരുദ്ധ്യവും കൂടി ചേർന്നാണ് നമ്മുടെ നിർദ്ദേശക തത്വം. ഒരു ഭാഗത്ത് സമ്പൂർണ്ണവും സ്വതന്ത്രവും സാർവത്രികവുമായ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, മറുഭാഗത്ത് ഗോവധ നിരോധത്തിനുള്ള അവകാശം. രണ്ടും ഈ നിർദ്ദേശക തത്വങ്ങളിൽ കിടക്കുന്നുണ്ട്. പക്ഷെ അംബേദ്കർ അവിടെ പറയുന്നൊരു കാര്യമുണ്ട്. പിന്നീട് അദ്ദേഹം കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചുള്ള ചർച്ചകളിലൊക്കെ പറയും, ഭരണഘടനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഈ നിർദ്ദേശക തത്വങ്ങളാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അല്ലാതെ അത് അപ്രധാനമായി ലീഗലി ബൈൻഡിങ് അല്ല എന്നുള്ളതുകൊണ്ട് നിങ്ങൾക്ക് തള്ളിക്കളയാവുന്ന ഒന്നായിട്ടല്ല, അതിൻ്റെ മൂല്യ സംഹിത എന്ന നിലയിൽ നിർദ്ദേശക തത്വങ്ങളെ അദ്ദേഹം മുമ്പോട്ട് വയ്ക്കുന്നു. ഈ ഫ്രറ്റേണിറ്റി എന്ന ആശയത്തെ പിന്നീട് അദ്ദേഹം വികസിപ്പിച്ചിട്ടാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കേന്ദ്രത്തിലുള്ള ഫ്രറ്റേണിറ്റിയെ മൈത്രി എന്ന ആശയത്തിലേക്ക് എത്തിക്കുകയും മൈത്രിയെ സവിശേഷമായ നിലയിൽ അദ്ദേഹം ബുദ്ധമതത്തെ പുനഃക്രമീകരിച്ചു. അതിന് അദ്ദേഹം ഒരു പേരും കൊടുത്തു, നവയാനം. ഹീനയാനം, മഹായാനം, വജ്രയാനം എന്നൊക്കെ പറയുന്ന പരമ്പരാഗത ശാഖകൾക്ക് പകരം നവയാനം എന്ന ഒരു സങ്കല്പവും അദ്ദേഹം അതിന് നൽകുകയും ചെയ്തു. അപ്പോൾ ആകമാനം നോക്കിയാൽ എന്താണ് നമ്മുടെ ഭരണഘടനയുടെ പ്രയോഗക്രമം? ഞാനതിനെ ഭരണഘടന ഉൾക്കൊള്ളുന്നതും പുറന്തള്ളുന്നതുമായ ചില മൂല്യങ്ങളെ മുൻനിർത്തി സമ്മപ്പ് ചെയ്യാം. ഒന്ന്, ഇന്ത്യൻ ഭരണഘടന മതരാഷ്ട്രപരമായ സങ്കല്പങ്ങളെ സമ്പൂർണ്ണമായി തള്ളിക്കളയുന്നു. ഇന്ത്യൻ ഭരണഘടന മതനിരപേക്ഷമായ ഒരു ജനാധിപത്യ സമൂഹത്തെ മുന്നോട്ട് വയ്ക്കുന്നു. മതരാഷ്ട്രത്തിൻ്റെ നിരാകരണം ഇന്ത്യൻ ഭരണഘടനയിൽ ഇൻഹറൻ്റാണ് എന്നതാണ് ഒരു കാര്യം. രണ്ട്, ഒരു യൂണിറ്ററി സ്റ്റേറ്റ്, ഒരു ഏകാത്മക രാഷ്ട്രം എന്ന സങ്കല്പത്തെ ഭരണഘടന തള്ളിക്കളയുന്നു. ഒരു ബഹുസ്വര സമൂഹം എന്നതിനെ അത് ഉയർത്തിപ്പിടിക്കുന്നു. ദ വെരി ഫസ്റ്റ് ആർട്ടിക്കിൾ ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന്. ഇനി അത് മിക്കവാറും വാക്യത്തിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ അവസാനം ഈ പാർലമെൻറ്റിൽ ചിലപ്പോൾ ഒരു ബില്ല് വരും, വിജ്ഞാൻ ഭാരതി അധിഷ്ഠാൻ എന്ന് പറഞ്ഞ് BBAS എന്ന് പറഞ്ഞൊരു ബില്ല് വരുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റേറ്റ് സർവകലാശാലകൾക്ക് ശമ്പളം കൊടുക്കുന്ന പണി സംസ്ഥാന സർക്കാരിനാണെങ്കിലും ബാക്കിയെല്ലാം കേന്ദ്രം തീരുമാനിക്കും എന്നതാണ് അതിൻ്റെ ആകത്തുക. അതാണ് ആ ബില്ലിൻ്റെ ആകത്തുക. നിങ്ങൾ ഈ സമരത്തിൻ്റെ ഇടയിൽ ശ്രദ്ധിക്കാതെ പോയിട്ടുള്ളൊരു കാര്യം കൂടിയുണ്ട്. ഈ പല രാഷ്ട്രീയ പാർട്ടികളിൽ ഇന്ന് കൂറുമാറി ചെന്ന കുറേ ആളുകളുണ്ടല്ലോ കഴിഞ്ഞ 2 മാസത്തിനിടയിൽ. അവരെല്ലാം ഭരണകക്ഷി അംഗങ്ങളായി. ഭരണകക്ഷിക്കിപ്പം 360 അംഗവുമായി. അതിൻ്റെ അർത്ഥം കോൺസ്റ്റിറ്റ്യൂഷൻ ഭേദഗതി ചെയ്യാം എന്നതാണ്. അത് ഇതിൻ്റെ ഇടയിൽ കൂടി നടന്നുപോയൊരു കാര്യമാണ്. നമ്മൾ ചിലതറിയും, അതിൻ്റെ ഇടയിൽ കൂടി ചിലതൊക്കെ ഇങ്ങനെ നടക്കും. യൂണിറ്ററി സ്റ്റേറ്റ് അല്ല, മറിച്ചൊരു ഫെഡറൽ സ്റ്റേറ്റാണ് എന്നതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ 3ാമത്തെ തത്വം. 4ാമത്തെ തത്വം, ഇന്ത്യൻ സ്റ്റേറ്റിൻ്റെ കൾച്ചറൽ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ എവിടെ നിന്നാണ് എടുക്കുന്നത്. അത് വളരെ ബോധപൂർവമായൊരു ശ്രമം ആ ഘട്ടത്തിൽ വന്നു. നിങ്ങൾ ഭരണഘടനയുടെ കയ്യെഴുത്ത് പ്രതി നോക്കിയാൽ അതിൻ്റെ പകർപ്പുകൾ ഇപ്പോൾ ലഭ്യമാണ്. അതിൻ്റെ 1ാം പേജിലുള്ള ചിത്രം നിങ്ങൾക്കറിയാം, അശോകസ്തംഭമാണ്. അത് ഇന്ത്യയിലെ മറ്റൊരു ചിത്രമല്ല, അശോകസ്തംഭമാണ്. നമ്മുടെ ഭരണഘടനയുടെ 1ാം പേജിലും അതെ. അതുപോലെ ഈ രാഷ്ട്രത്തിൻ്റെ ചിഹ്നമായി നമ്മൾ എടുത്തിട്ടുള്ളത് അശോകസ്തംഭമാണ്. അശോകൻ്റെ ധർമ്മസിംഹങ്ങളാണ്. നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ദേശീയ പതാകയിലുള്ളത് നമ്മുടെ ധർമ്മചക്രം എന്ന് പറയുന്ന ഒന്നാണ്, അശോകൻ്റെ ആരക്കാലുകളാണ്. ഇത് ഒട്ടും യാദൃച്ഛികമല്ല. ആധുനിക ഇന്ത്യയെ ബ്രാഹ്മണികമായൊരു പാരമ്പര്യത്തിൽ നിന്ന് ബൗദ്ധമായൊരു പാരമ്പര്യത്തിലേക്ക് കൊണ്ടുവരാനുള്ള, അതായത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ സെക്കുലറിസത്തെക്കുറിച്ചുള്ള ചർച്ചയുണ്ടല്ലോ, അതിലിപ്പോൾ അമർത്യാസെന്നെ പോലെ, റോമില ഥാപ്പറെ പോലെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചിന്തകരൊക്കെ ഇന്ത്യൻ സെക്കുലറിസത്തിൻ്റെ അടിസ്ഥാനം ഏതാണ്? ഇപ്പോൾ
വലിയ തോതിൽ വരുന്നത് ഇത് യൂറോപ്പിൽ നിന്ന് കടമെടുത്താണ്, നെഹ്റു കുത്തിക്കയറ്റിയതാണെന്നാണല്ലോ. അപ്പോൾ ഇവരെല്ലാം പറയുന്ന ഒരു വാദം, അശോകൻ്റെ ധർമ്മശാസനങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ, റോക്കഡ് എഡിക്ട്സ്, മൈനർ എഡിക്റ്റും മേജർ എഡിക്ട്സും ഉണ്ടല്ലോ. അതിൽ 12-ാം നമ്പർ ശാസനത്തിലാണ് തൻ്റെ രാജ്യത്തെ എല്ലാ ജനങ്ങളും ഏതു മതം പരിപാലിച്ചാലും പരിശീലിച്ചാലും മറ്റു മതങ്ങളോട് സഹിഷ്ണുതാപൂർവമായിരിക്കണം എന്ന നിർദ്ദേശം. ഒരുപക്ഷെ ലോകത്തിൻ്റെ ചരിത്രത്തിൽ മറ്റു മതങ്ങളോട് സഹിഷ്ണുതാപൂർവമായിരിക്കണമെന്നും ഏതു മതതത്വവും ഒരുപോലെ വാലിഡ് ആയിരിക്കും എന്നുമുള്ള ലോക ചരിത്രത്തിലെ ആദ്യത്തെ ഡിക്ലറേഷൻ അശോകൻ്റെതാണ്. നമ്മൾ ആ പ്രാധാന്യം മനസ്സിലാക്കിയിട്ടുണ്ടോയെന്ന് എനിക്കറിഞ്ഞുകൂടാ. ലോകത്തിൻ്റെ മറ്റേതെങ്കിലും ഒരു സംസ്കാരത്തിൽ നിങ്ങൾക്ക് അശോകൻ്റെ കാലത്തിന് സമാനമായൊരു സന്ദർഭത്തിൽ എല്ലാ മതങ്ങൾക്കും തുല്യാർത്ഥമുണ്ടെന്നും എല്ലാ മതങ്ങളും ഒരു മൂല്യത്തെ ഉയർത്തുന്നുണ്ടെന്നുമുള്ള വിശദീകരണം അതേപടി കാണാൻ പറ്റില്ല. അശോകൻ്റെ 12-ാം നമ്പർ ശാസനത്തിൽ അതുണ്ട്. അതുമുതൽ ഇങ്ങോട്ടുള്ള ഇന്ത്യയുടെ ഒരു സമാന്തരധാര, ബുദ്ധനിലുള്ള സമാന്തരധാര, പിന്നീട് മധ്യകാല ഭക്തി കവികളിൽ, സൂഫിസത്തിൽ, ശ്രീരാമകൃഷ്ണ പരമഹംസരിൽ, രമണ മഹർഷിയിൽ, നാരായണ ഗുരുവിൽ, ഒരളവ് വരെ ഗാന്ധിയിൽ ഒക്കെ തുടരുന്നൊരു സമാന്തരധാരയുണ്ട്. ആ സമാന്തരധാരയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതൊട്ടും മാസ്കുലിൻ അല്ല, മാസ്കുലിൻ ഹീറോയിസത്തിനെതിരാണ്. ബലിഷ്ഠ പൗരുഷത്തിൻ്റെ ഒരു ദേശീയതയല്ല, ബലിഷ്ഠ പൗരുഷത്തിൻ്റെ പാരമ്പര്യമല്ല. ഈ ബലിഷ്ഠ പൗരുഷമാണ് അടുത്ത ദിവസങ്ങളിൽ ചെതറിപ്പൊളിഞ്ഞു പോയത്. ബലിഷ്ഠ പൗരുഷത്തിൻ്റെ ഒരു പാരമ്പര്യമല്ല, മറിച്ച് ബുദ്ധനിൽ നിന്ന് തുടങ്ങുന്നു. എന്താണ്? കരുണ, അഹിംസയും കരുണയും. ഈ അഹിംസയും കരുണയും രാഷ്ട്രത്തിൻ്റെ ചരിത്രത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഉണ്ടോയെന്ന് ചോദിച്ചാൽ പ്രയാസമാണ് കേട്ടോ, കണ്ടുപിടിക്കുക. ഇപ്പോൾ നമ്മുടെ മൻമോഹൻ സിംഗിൻ്റെ മകളൊരു വലിയ ഹിസ്റ്റോറിയൻ ഉണ്ടല്ലോ, നിങ്ങൾക്കറിയാമല്ലോ, പ്രൊഫസർ ഉപീന്ദർ സിംഗ്. ഉപീന്ദർ സിംഗ് ആ സമീപകാലത്തൊരു പുസ്തകം എഴുതിയിരുന്നു. ആ പുസ്തകത്തിൻ്റെ പേര് വയലൻസ് ഇൻ ഏൻഷ്യൻ്റ് ഇന്ത്യ എന്നാണ്. ആ പുസ്തകത്തിൽ അവർ പറയുന്നത് പ്രാചീന ഇന്ത്യ എന്ന് പറയുന്നത് ഗാന്ധി പറഞ്ഞുണ്ടാക്കിയ ഇന്ത്യ ഒന്നുമല്ല. കൊടിയ യുദ്ധങ്ങൾ, കൂട്ടക്കൊലകൾ, രക്തച്ചൊരിച്ചിലുകളൊക്കെ ഉണ്ട്. പക്ഷേ ആ ഇന്ത്യയെ തള്ളി മാറ്റിയിട്ട് ബൗദ്ധമായ, അഹിംസാത്മകമായ, കാരുണ്യപൂർണമായ ഒരു പാരമ്പര്യമെന്ന സങ്കല്പത്തെ അശോകനിലൂടെ കണ്ടെടുക്കുകയും ആ അശോകനെ ഇന്ത്യൻ സെക്യുലറിസത്തിൻ്റെ ഫൗണ്ടേഷണൽ സ്റ്റോണായി കാണുകയും അവിടെ നിന്ന് ഒട്ടും മാസ്കുലിൻ അല്ലാത്ത വളരെ ഫ്ലൂയിഡായിട്ടുള്ള, ഇൻക്ലൂസീവായിട്ടുള്ള ഒരു ട്രഡീഷൻ ഇന്ത്യക്ക് കണ്ടെത്താൻ ശ്രമിക്കുകയും ആ ട്രഡീഷനെ ഭരണഘടനയിൽ കൊണ്ടുവന്ന് വരുത്തുകയും ചെയ്യും. അങ്ങനെയാണ് ദേശീയ ചിഹ്നം അശോകസ്തംഭാവുന്നത്. അതുപോലെ അശോകൻ്റെ ധർമ്മസിംഹങ്ങൾ, ഇപ്പോൾ ആ സിംഹത്തിൻ്റെ രൂപമൊക്കെ മാറി. ഇപ്പോൾ പാർലമെൻറ്റിൻ്റെ മുകളിൽ പോയ അലറുന്ന സിംഹമാണ്, മറ്റത് വളരെ ശാന്തസിംഹങ്ങളായിരുന്നു. ശമം, വള്ളത്തോൾ ആ സിംഹത്തെക്കുറിച്ച് 2 പേര് കവിത എഴുതിയിരുന്നു, നിങ്ങളാരും ഓർക്കണ്ടാവില്ല. വള്ളത്തോൾ എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ലേ, അങ്ങനെ ഒരാളുണ്ടായിരുന്നു. വള്ളത്തോൾ ആ സിംഹത്തെക്കുറിച്ച് എഴുതിയ ഒരു വരി, ഹിമവത് വിന്ധ്യാചല മധ്യദേശത്തെ കാണൂ, ശമമേ ശീലിച്ചെഴും ഇത്തരം സിംഹത്തിനെ. ശമം ശീലിച്ച, ശാന്തത ശീലിച്ച, അല്ലാതെ ഹിംസയല്ല, അക്രമമല്ല, ധർമ്മം ഉദ്ഘോഷിക്കുന്ന, സത്യം, ധർമ്മം, അഹിംസ, അസ്തേയം, കരുണ എന്നിങ്ങനെ ബൗദ്ധമായ മൂല്യങ്ങളെ നാലുപാടേക്കും ഉദ്ഘോഷിക്കുന്ന ധർമ്മസിംഹങ്ങളാണ്, രൗദ്രസിംഹങ്ങളല്ല. അങ്ങനെ അശോകൻ്റെ ഒരു പാരമ്പര്യത്തെ അല്ലെങ്കിൽ ബൗദ്ധമായൊരു ധാരയെ ഗാന്ധിയിലേക്ക് എത്തിക്കാനുള്ളൊരു ശ്രമം നടത്തി. ഗാന്ധി വഴി ഇന്ത്യയുടെ മറ്റൊരു ബദൽ പാരമ്പര്യം, ലളിതമായിട്ട് പറഞ്ഞാൽ ബ്രാഹ്മണികമായൊരു പാരമ്പര്യത്തിന് പകരം ബൗദ്ധമായൊരു പാരമ്പര്യം നമ്മുടെ ഭരണഘടന മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഭൂരിപക്ഷപരം, മെജോറിറ്റേറിയൻ എന്നതിന് പകരം ക്രിട്ടിക്കൽ ഡെമോക്രസി. മെജോറിറ്റേറിയൻ ഡെമോക്രസി അല്ല. എന്താ ക്രിട്ടിക്കൽ ഡെമോക്രസി? വേറിട്ട് നിൽക്കാനുള്ള അവകാശം, വിമർശിക്കാനുള്ള അവകാശം, ഡിസെൻറ്റിനുള്ള അവകാശം. ഡിസെൻറ്റിനുള്ള അവകാശമാണ് ജനാധിപത്യം, അല്ലാതെ ജനാധിപത്യം മെജോറിറ്റി അല്ല. ഇത് ഇന്ത്യൻ ഭരണഘടനയിലുള്ള ഒരു മൂല്യമാണ്. പ്രാചീന ഭാരതത്തെ സംബന്ധിച്ച് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ മൂല്യമണ്ഡലം മതാത്മകമായിരുന്നു. നമ്മുടെ ഭരണഘടന മൂല്യമായി മുമ്പോട്ട് വയ്ക്കുന്നത് പ്രബുദ്ധതായുഗത്തിൻ്റെതാണ്, എൻലൈറ്റൻമെൻറ്റിൻ്റെ വാല്യൂ സിസ്റ്റമാണ്. സ്വാതന്ത്ര്യം, സമത്വം, മതനിരപേക്ഷത, ജനാധിപത്യം എന്നെല്ലാമുള്ള മൂല്യങ്ങളാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് ഭരണഘടന എന്ന് പറയുന്നതിനെ ഇന്ത്യയുടെ രാഷ്ട്രത്തിൻ്റെ, സ്റ്റേറ്റിൻ്റെ ഫ്രെയിംവർക്കായിട്ടോ അല്ലെങ്കിൽ ഭരണനിർവഹണത്തെ സംബന്ധിക്കുന്ന നിയമാവലികളായിട്ടോ കുറേ അധികം ആർട്ടിക്കിളുകളായിട്ടോ മാത്രമല്ല, മറിച്ചൊരു മൂല്യവ്യവസ്ഥയായി കാണണം. എ ലിവിങ് ഡോക്യുമെൻറ്റ്, ആൻ എത്തിക്കൽ ഡോക്യുമെൻറ്റ്, എ സോഷ്യോ പൊളിറ്റിക്കൽ ഡോക്യുമെൻറ്റ്. ഒരു സാമൂഹ്യ രാഷ്ട്രീയ പ്രമേയമായിട്ടും പ്രമാണമായിട്ടും ഒരു നൈതിക പ്രമാണമായിട്ടും ഒരു വാല്യൂ സിസ്റ്റം എന്ന നിലയിലും കൺസീവ് ചെയ്യേണ്ട ഒന്നാണ് വാസ്തവത്തിൽ ഇന്ത്യൻ ഭരണം. ഞാൻ ഇങ്ങനെ പറയണതിൻ്റെ അർത്ഥം ഇതിന് യാതൊരു പ്രശ്നവും ഇല്ല എന്നൊന്നുമല്ല കേട്ടോ. ധാരാളം പരിമിതികൾ ഇപ്പോഴും ഉണ്ട്.
അതെല്ലാം ക്രിട്ടിക്കലാവുകയും ചെയ്യാം. പക്ഷേ ഇതിനെ ഒരു ലീഗൽ ഡോക്യുമെൻ്റായി കാണുന്നതിന് പകരം ഒരു എത്തിക്കോ പൊളിറ്റിക്കൽ ഡോക്യുമെൻ്റായി കാണുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എങ്കിൽ മാത്രമാണ് ഭരണഘടനയുടെ മൂല്യത്തിലേക്ക്, സ്പിരിറ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അംബേദ്കർ പറയും, ആ സ്പിരിറ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് പോകണമെങ്കിൽ അതിനെ ഒരു ലീഗൽ ഫ്രെയിം വർക്കായിട്ടല്ല, മറിച്ച് ഒരു എത്തിക്കൽ, പൊളിറ്റിക്കൽ, സോഷ്യൽ ഡോക്യുമെൻ്റ് എന്ന നിലയിൽ ഭരണഘടനയെ കാണാനായിട്ട് കഴിയണം. നമ്മുടെ ഭരണഘടനാ അസംബ്ലിയുടെ വലിയ താല്പര്യങ്ങളിൽ ഒന്ന് അത്തരത്തിലൊരു ഡോക്യുമെൻ്റായിട്ട് ഇത് മാറുക എന്നതായിരുന്നു. ഭരണഘടനാ നിർമ്മാണത്തിൻ്റെ ആദ്യഘട്ടത്തിലൊക്കെ ആ ഒരു വലിയ പ്രത്യാശ നിലനിന്നിരുന്നു. ഞാനിത് കൺക്ലൂഡ് ചെയ്യാണ്. ഇന്നെന്താണ് നമ്മുടെ കാലത്തിൻ്റെ സ്വഭാവം? ഭരണഘടനാ മൂല്യങ്ങൾക്ക് എന്ത് സംഭവിച്ചിരിക്കുന്നു? ഭരണഘടനാ ധാർമ്മികതയ്ക്ക് എന്ത് സംഭവിച്ചിരിക്കുന്നു എന്നാലോചിച്ചാൽ ഭരണഘടന മുമ്പോട്ട് വയ്ക്കുന്ന സ്റ്റാറ്റ്യൂട്ടറി സംവിധാനങ്ങൾ തന്നെ ഭരണഘടനാ മൂല്യങ്ങളെ അട്ടിമറിക്കുന്നത് നമ്മൾ ഓരോ ദിവസവും കാണുന്നു. ഇപ്പോൾ നമ്മുടെ ജുഡീഷ്യറി ഭരണഘടനാ മൂല്യങ്ങളെ സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ടു നിൽക്കുന്ന ഒരു സംവിധാനമാണ്. ആ സംവിധാനം തന്നെ ഭരണഘടനാ തത്വങ്ങളെയോ നിയമനിർമ്മാണങ്ങളെയോ വയലേറ്റ് ചെയ്യുന്ന എത്രയെങ്കിലും ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നു. എത്രയെങ്കിലും ഉത്തരവുകൾ. ഇപ്പോൾ ബാബറി കേസിലെ വിധി പറഞ്ഞ സമയത്ത് ആ വിധി നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ വായിക്കണം കേട്ടോ. കാരണം ഏറ്റവും കോൺട്രഡിക്ടറി ആയ ഒരു വിധി വായിക്കണമെങ്കിൽ അതാണുള്ളത്. ഒരു വിധി അതിനെ തന്നെ റദ്ദാക്കുന്നത് വായിക്കണമെങ്കിൽ ആ വിധിയാണുള്ളത്. കാരണം ആ വിധിയുടെ ആദ്യത്തെ 3/2 ഭാഗം ബാബറി പള്ളി പൊളിച്ചതൊരു ഹീനമായ കുറ്റകൃത്യമാണ്, ക്രിമിനൽ ആക്ടിവിറ്റിയാണ്, ഇതാണെന്നൊക്കെ ആകാവുന്നത്ര കനത്തിൽ പറഞ്ഞിട്ട് അവസാനം വരുന്നത് പൊളിച്ച സ്ഥലത്ത് പള്ളി പണിയണമെന്നാണ്, അല്ല അമ്പലം പണിയണമെന്നാണ്. പള്ളി പൊളിച്ച സ്ഥലത്ത് തന്നെ അമ്പലം പണിയാൻ അനുവാദം കൊടുത്തിട്ട് ഉത്തരവിടുന്നു. അപ്പോൾ ഈ ആദ്യം 3/2 പറഞ്ഞത് ഒറ്റയടിക്ക് റദ്ദാവും. ആ വിധിയെ കൊണ്ട് ആ വിധി തന്നെ റദ്ദാവും. അതുകൊണ്ട് അന്ന് ജസ്റ്റിസ് ഗാംഗുലി എന്ന് പറയുന്ന സുപ്രീം കോടതിയാണോ കൽക്കട്ട ഹൈക്കോടതിയാണോ, അവിടെ നിന്ന് റിട്ടയർ ചെയ്തൊരു ജഡ്ജിയുണ്ട്. അപ്പോൾ അദ്ദേഹം ആ വിധി വന്നപ്പോൾ പിറ്റേന്ന് ചോദിച്ച കൗതുകമുള്ളൊരു ചോദ്യം, അപ്പോൾ പൊളിച്ചിട്ടില്ലായിരുന്നെങ്കിൽ പൊളിച്ചു പണിയാൻ ഉത്തരവിടുമായിരുന്നോ എന്നാണ്. കാരണം പൊളിച്ചുകൊണ്ടാണല്ലോ പണിയണമെന്ന് തീരുമാനിച്ചാൽ പിന്നെ പൊളിക്കണമല്ലോ. അപ്പോൾ അവർ പൊളിച്ചതുകൊണ്ട് ഇപ്പം നിങ്ങൾക്ക് പൊളിക്കണ്ട, അപ്പോൾ പൊളിച്ചില്ലായിരുന്നെങ്കിലോ? ഇന്ത്യൻ ജുഡീഷ്യറി ചെന്ന് നിൽക്കുന്ന അവസ്ഥയുടെ ഒരു ഉദാഹരണം പറഞ്ഞു തന്നേ ഉള്ളൂ ഞാൻ. ഇപ്പം ഞാൻ ഭാവി പള്ളി കുഴിച്ചു നോക്കാണ് ആർക്കിയോളജിക്കാർ. ഇപ്പം ദൈവം ഉണ്ടല്ലേ എന്ന് തീരുമാനിക്കുന്നത് ആർക്കിയോളജിയാണ്. ഭയങ്കര വിചിത്രമായ സ്ഥിതിവിശേഷം. ഇപ്പം 1990 പാർലമെൻ്റ് ഒരു നിയമം പാസ്സാക്കി, ആരാധനാലയ സംരക്ഷണ നിയമം. ആ നിയമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 47 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യയിൽ ആരാധനാലയങ്ങളുടെ സ്ഥിതി എന്താണോ അതിലൊരു മാറ്റവും വരുത്തരുത്. ഇത് ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമമാണ്, ലോ ഓഫ് ദ ലാൻഡാണ്. ഈ നിയമം മുമ്പിലിരിക്കെ 2024-25 ഘട്ടത്തിൽ അലഹബാദിലെ മുൻസിഫ് കോടതി ആദ്യം ജ്ഞാനവാപി കുഴിക്കാൻ പറഞ്ഞു. അത് കുഴിക്കാൻ പറഞ്ഞത് ശരിയാണെന്ന് ഹൈക്കോടതി പറഞ്ഞു, അത് ശരിയാണെന്ന് സുപ്രീം കോടതിയും പറഞ്ഞു. നിയമം അപ്പുറത്തുണ്ട്, വിധി ഇപ്പുറത്തുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് തന്നെ ചലഞ്ച് ചെയ്യും. പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമം അവിടെ നിൽക്കുന്ന സമയത്ത് ആ നിയമത്തിന് നേരെ വിപരീതമായി. എന്നിട്ട് ഇപ്പോൾ ഉള്ള വാദം എന്താ വെച്ചാൽ, ആ കേസിലെ വാദം ഇപ്പം നടക്കുന്നുണ്ട്. ആ വാദത്തിൽ ഉന്നയിക്കപ്പെട്ട ഒരു ആർഗ്യുമെൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 47 ഓഗസ്റ്റ് 15 എന്നുള്ള കട്ട് ഓഫ് ഡേറ്റ് മാറ്റിയിട്ട് 12-ാം നൂറ്റാണ്ടാക്കണമെന്നാണ്. 12-ാം നൂറ്റാണ്ട് എന്താണെന്നറിയോ? ഡൽഹി സുൽത്താനേറ്റിൻ്റെ കാലം മുതൽ അധിനിവേശത്തിൻ്റെ കാലമാക്കണം എന്നാണ്. എന്തൊക്കെ പോകുമെന്നറിയോ? ഒരുവിധപ്പെട്ട എല്ലാം പോകും. കാരണം ഈ മധ്യകാല ഇന്ത്യ ഉണ്ടാക്കിയെടുത്തതാണ് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഏതാണ്ട് എല്ലാ ഈടുവയ്പ്പുകളും. നിങ്ങൾ ഈ മധ്യകാല ഇന്ത്യ എന്ന് പറയുന്നത് തകർച്ചയുടെയും സർവനാശത്തിൻ്റെയും അധിനിവേശത്തിൻ്റെയും അക്രമത്തിൻ്റെയും കാലമാണെന്നൊക്കെയാണ് കേട്ട് ശീലിച്ചിട്ടുണ്ടാവുക. ആ കാലത്താണ് കർണാടക സംഗീതം ഉണ്ടായത്, ആ കാലത്താണ് ഹിന്ദുസ്ഥാനി ഉണ്ടായത്, കഥകളി ഉണ്ടായത്, കഥക്ക് ഉണ്ടായത്, നമ്മുടെ ആർക്കിടെക്ചർ ഉണ്ടായത്, മിനിയേച്ചർ പെയിൻറ്റിങ് ഉണ്ടായത്, ഒരുവിധപ്പെട്ട ഇന്ത്യൻ ഭാഷകൾ മുഴുവൻ ഉണ്ടായത് ഈ മിഡീവൽ പീരീഡിലാണ്. ഇതിനെയാണ് ഇൻവേഷൻ എന്ന് പറഞ്ഞ് ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. അങ്ങനെ നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തെ വാസ്തവത്തിൽ ആലോചിച്ച് നോക്കൂ. എന്താണ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ കുടിയേറ്റങ്ങളുടെ ചരിത്രമാണ് ഇന്ത്യ. 60,000 കൊല്ലം മുമ്പ് ആഫ്രിക്ക എന്നുള്ള കുടിയേറ്റം, 14,000-15,000 കൊല്ലം മുമ്പ് ദക്ഷിണേഷ്യയിൽ നിന്നും അതുപോലെ തന്നെ വടക്കൻ ഏഷ്യയിൽ നിന്നുമുള്ള കുടിയേറ്റം, ഏതാണ്ട് 5,000 കൊല്ലം മുമ്പ് മധ്യേഷ്യയിൽ നിന്നുള്ള ആര്യന്മാരുടെ കുടിയേറ്റം. ഈ കുടിയേറ്റങ്ങൾ പിന്നെ എത്ര കുടിയേറ്റം വന്നു? ശാകന്മാർ, കുശാനന്മാർ, ഇൻഡോ പാർത്തിയന്മാർ, ബാക്ട്രിയൻ ഗ്രീസുകാർ, തുർക്കികൾ, മുഗളന്മാർ, ഇവരെല്ലാം കൂടി ചേർന്നുണ്ടാക്കിയതാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇന്ത്യ ആസ് ആൻ ഐഡിയ. അല്ലാതെ ഇതിൻ്റേത് മാത്രമായിട്ടൊന്നും കാര്യമായിട്ടൊന്നുമില്ല.
ഇതിങ്ങനെ കൂടിക്കലർന്നുണ്ടായതാണ്. ഈ കൂടിക്കലരലിൻ്റെ, ഞാൻ കൂടിക്കലർന്നുള്ളതിനേക്കാൾ നല്ലൊരു വാക്ക് എപ്പോഴും മനസ്സിൽ ഓർക്കാറുണ്ട്, പറഞ്ഞു പോകുമ്പോൾ ഇങ്ങനെ പറയുന്നേ ഉള്ളൂ. ആ വാക്ക് പങ്കുവയ്ക്കുന്നത്, ഷെയറിങ്. ആ ഷെയറിംഗ് ആണ് സിവിലൈസേഷണൽ ഹിസ്റ്ററി എന്ന് പറയുന്നത്. മനുഷ്യവംശം ലോകത്തെവിടെയായാലും ഷെയർഡാണ്. അല്ല നിങ്ങളുടെ മാത്രമായിട്ടൊരു പാരമ്പര്യമില്ല, നിങ്ങളുടെ മാത്രമായിട്ടൊരു സംസ്കാരമില്ല. ആ ഷെയർഡായ ഒരു സിവിലൈസേഷണൽ ഹിസ്റ്ററിയെ മുഴുവൻ നിരാകരിക്കുന്ന മട്ടിൽ വളരെ മോണോലിത്തിക്കായ യൂണിറ്ററി സ്റ്റേറ്റ് എന്ന് പറയുന്നതിലേക്ക് പതുക്കെ വഴിതിരിഞ്ഞു വരുന്ന ഒരു സിവിലൈസേഷണൽ ഫൗണ്ടേഷൻ ഉണ്ടാക്കാനും ആ നിലയിലുള്ള ഒരു യൂണിറ്ററി രാജ്യം ഉണ്ടാക്കാനുമുള്ള ശ്രമമാണ്. അവസാനത്തെ അതിലേക്കുള്ള വഴിയാണ് ഞാൻ ഈ പറയുന്നത്. 75 കൊല്ലം മുമ്പ് നടന്ന ഭരണഘടനാ നിർമ്മാണത്തിൻ്റെ ലീഗൽ പ്രിൻസിപ്പിൾസിനെ കുറിച്ചല്ല, കണ്ടംപററി സോഷ്യൽ ലൈഫിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഈ യൂണിറ്ററി രാജ്യം ഉണ്ടാക്കാനുള്ള ശ്രമത്തിൻ്റെ അവസാനത്തെ ഒരു ചുവടാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന യുക്തി. ഇന്ത്യ യൂണിറ്ററി സ്റ്റേറ്റ് എന്നുള്ള സങ്കല്പത്തെ മുമ്പോട്ട് വെച്ചിട്ടില്ല. വ്യത്യസ്ത സംസ്ഥാനങ്ങൾ, വ്യത്യസ്ത സംസ്കാരങ്ങൾ, വ്യത്യസ്ത ഭാഷകൾ, വൈവിധ്യങ്ങൾ, ബഹുസ്വരത. ആ ബഹുസ്വരതയ്ക്ക് മുകളിൽ ഒരു രാജ്യം, ഒരു ഭാഷ, ഒരു സംസ്കാരം, ഒരു തെരഞ്ഞെടുപ്പ്, ഒരു നേതാവ്, ഒരു പാർട്ടി എന്ന മട്ടിൽ കൃത്രിമമായ ഒരു ഏകമാനതയെ അടിച്ചേൽപ്പിച്ച് വാസ്തവത്തിൽ സ്പിരിറ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന നമ്മുടെ ഫസ്റ്റ് ആർട്ടിക്കിൾ മുമ്പോട്ട് വയ്ക്കുന്ന യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന തത്വത്തെ ഫലത്തിൽ റദ്ദാക്കുന്ന നിലയിലേക്കാണ് നമ്മുടെ പൊളിറ്റിക്കൽ പ്രാക്ടീസ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഭരണഘടനയെ അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ മുഴുവൻ കാണാതെ പഠിക്കലല്ല കേട്ടോ. നോക്കൂ, ഇത് പരീക്ഷ പാസ്സാവിലും മാത്രമല്ല ഭരണഘടന. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു സോഷ്യോ എത്തിക്കൽ ഡോക്യുമെൻ്റാണ്, ഒരു പൊളിറ്റിക്കൽ ഡോക്യുമെൻ്റാണ്. ആ എത്തിക്സിനെ മനസ്സിലാക്കണം. പൊളിറ്റിക്സ് എന്നുള്ള വാക്കിനേക്കാൾ നല്ലത് എത്തിക്കലിനാണ്. ഒരു നൈതിക അടിസ്ഥാനമുണ്ട്. ആ നൈതിക അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ ഡിഫറൻസസ് ആണ്. ആ ഡിഫറൻസിനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള നമ്മുടെ സമൂഹത്തിൻ്റെ ശേഷിയാണ്. ആ ശേഷിയെ ഉയർത്തിപ്പിടിക്കാൻ ശ്രമിച്ചു എന്നതിലാണ് ഗൗതം ഭാട്ടിയ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ ട്രാൻസ്ഫോർമേറ്റീവ് എന്ന് പറഞ്ഞത്. അത് ഉറപ്പിക്കാനല്ല, പരിവർത്തനപ്പെടുത്താൻ. അല്ലാതെ നിലവിൽ വന്ന രാജ്യം മാറ്റമില്ലാതെ 1000 കൊല്ലക്കാലം അതുപോലെ വടിപോലെ നിൽക്കണമെന്നല്ല, മാറണം. ആ മാറ്റത്തിൻ്റെ ദിശ എന്താകണമെന്ന് ഭരണഘടന പറയുന്നുണ്ട്. അത് പറയുന്നത് കൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ 15, 2, 17, 23 ഒക്കെ ആർട്ടിക്കിളുകൾ നമ്മുടെ ഭരണഘടനയിലുള്ളത്. അത് ഈ സോഷ്യൽ ട്രാൻസ്ഫോർമേഷനെ കുറിച്ച് പറഞ്ഞു. ഹൊറിസോണ്ടൽ ലെവലിൽ മാറണം, വെർട്ടിക്കൽ ചേഞ്ച് മാത്രമല്ല, ഹൊറിസോണ്ടലി മാറണം. അങ്ങനെ മാറുമ്പോൾ സാഹോദര്യം അതിൻ്റെ മൂല്യമാവണം. ആ സാഹോദര്യ മൂല്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരുപക്ഷെ നമ്മുടെ പൊതുജീവിതത്തിൽ നിന്ന് പതിയെ പതിയെ പിൻവാങ്ങിപ്പോകുന്ന ആ സാഹോദര്യ മൂല്യത്തിൻ്റെ പുനഃസ്ഥാപനമാണ് വാസ്തവത്തിൽ ഭരണഘടനയുടെ തത്വം. ഒരു കാര്യം കൂടി പറയാം, ഞാനിത് പലതവണയും പറയണം അല്ല, ഇത് പറഞ്ഞിട്ട് നിർത്താമെന്ന് ഇവർ ഓർക്കുന്നുണ്ട്. ഇയാളിത് പറയാൻ തുടങ്ങിയിട്ട് കുറേ നേരമായല്ലോ, ഇയാൾ നിർത്തുന്നില്ലല്ലോ എന്ന്. ഇത് അവസാനത്തെ പറച്ചില്ല. അതെന്താണെന്ന് വെച്ചാൽ ഈ ഭരണഘടനാ സാഹോദര്യത്തെ ഭരണഘടനാ തത്വമായി 49 ഒക്ടോബർ 17 പ്രിയാമ്പിളിൽ ഉൾപ്പെടുത്തുന്നതിനും ഏതാണ്ട് ഒരു 65 കൊല്ലം മുമ്പ്, 60 കൊല്ലങ്ങൾക്ക് മുമ്പ് സാഹോദര്യം എന്ന വാക്ക് ഉയർത്തിപ്പിടിച്ചൊരു സമൂഹമാണ് കേരളം. നമുക്കപ്പുറം പോയാൽ ഒരു ചുമരിൽ എഴുതി വച്ചിട്ടുണ്ട്, സോദരത്വേന വാഴുന്ന, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനം എന്നതാണ് വാസ്തവത്തിൽ ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയെക്കുറിച്ച് കണ്ട വലിയൊരു സ്വപ്നം. അതൊരു ഇപ്പുറത്തിൻ്റെ ചുമരിൽ മാത്രമല്ല, നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ജീവിത സംസ്കൃതിയെക്കുറിച്ചുള്ള വലിയൊരു പ്രത്യാശയുടെ പേരാണ്. ആ പ്രത്യാശയുടെ ലീഗൽ ഡോക്യുമെൻറ്റേഷനാണ് കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു വെറും പ്രിൻസിപ്പിൾ അല്ല, ലീഗാലിറ്റി അല്ല എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ടാണ്. അതൊരു എത്തിക്കോ പൊളിറ്റിക്കൽ ഡോക്യുമെൻ്റാണ്. ആ എത്തിക്സിനെ ഉയർത്തിപ്പിടിക്കാനുള്ള പ്രേരണയായിട്ട് ഭരണഘടനാ ബോധം നമ്മിൽ പ്രവർത്തിക്കട്ടെ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഭാസ്കർ.